അച്ഛാ, ദേ കാപ്പി. ഡോ താൻ ഗിരിയേട്ടനെ കൊല്ലാൻ നോക്കിയല്ലേ? എന്താ താനൊന്നും മിണ്ടാത്ത? നീ എന്തൊക്കെയായി പറയുന്നേ? ഗിരിയെ കൊല്ലാൻ നോക്കിയെന്നു? അവൻ എന്റെ പയ്യനല്ലേ, ഞാനെന്തിനാ അവനെ കൊല്ലാൻ നോക്കുന്നേ? തന്റെ അഭിനയൊക്കെ ഗിരിയേട്ടന്റെ അടുത്ത് മതി. എനിക്ക് തന്റെ ശരിക്കുള്ള ഉദ്ദേശം എന്താണെന്നൊക്കെ അറിയാം. ഗിരിയേട്ടൻ തന്നെ സംശയിക്കുന്നോണ്ടാണല്ലോ തനിക്ക് ഇരുട്ടത്ത് നിന്ന് അങ്ങേരെ ആക്രമിക്കാൻ പറ്റുന്നത്. തന്നെ കുറിച്ചുള്ള സത്യങ്ങൾ ഞാൻ ഗിരിയേട്ടനെ അറിയിച്ച പിന്നെ തനിക്ക് വെളിച്ചത്ത് നിന്ന് ഗിരിയേട്ടനെ നേർക്ക് നേർ തോൽപ്പിക്കേണ്ടി വരും. തന്നെ കൊണ്ട് അതിന് പറ്റുമോ? ഇല്ല, എനിക്കറിയാം. അതിനുള്ള ആണത്തൊന്നും തനിക്കില്ല. ദേഷ്യം കാണിച്ചിട്ട് ഒരു കാര്യവുമില്ല. തന്റെ ശത്രുത മഞ്ജു മഹിമയായിട്ടാ. അതിന്റെ ഇടയിലേക്ക് ഗിരിയേട്ടനെ വലിച്ചിടാനാണ് തന്റെ പരിപാടിയെങ്കിൽ എനിക്ക് പ്രതികരിക്കേണ്ടി വരും. എന്നെ കൊണ്ടതൊന്നും ചെയ്യിക്കരുത്. ഇനി തനിക്ക് ഞാൻ ഒരു താക്കീതും തരില്ല. നാട്ടുകാർ പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചില്ല. പക്ഷെ ഇപ്പൊ ഞാൻ നേരിട്ട് കണ്ടു. അവൾക്ക് ഗിരിയേട്ടനോട് അസ്ഥിക്ക് പിടിച്ച പ്രേമോ. മോളെ, അവള് പറയുന്നൊന്നും നീ കാര്യമായിട്ട് എടുക്കണ്ട. ഞാൻ ഒരിക്കലും ഗിരിയെ ഭയപ്പെടുത്താൻ ശ്രമിക്കില്ലെന്ന് നിനക്കറിയില്ലേ? അത് പിന്നെ എനിക്കറിയില്ലേ. ഇപ്പൊ ഇതാ എന്റെ കുടുംബം. ഇവിടെ ഉള്ളവരെ സംരക്ഷിക്കാൻ അച്ഛൻ എന്ത് തീരുമാനം എടുത്താലും ഞാൻ അച്ഛന്റെ കൂടെ തന്നെ നിൽക്കും. ആ തീരുമാനം എന്റെ ചേട്ടനെ ബാധിച്ചാലും ശരി, ഞാൻ അച്ഛന്റെ കൂടെ നിൽക്കും. മോളെ, ഈ പ്രീതിയെ കൊണ്ടുള്ള ശല്യം താങ്ങാൻ പറ്റുന്നില്ല. നമ്മുടെ കാര്യങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ട് അവളെ വെറുപ്പിക്കാനും പറ്റില്ല. അവൾക്കെതിരെ നമ്മള് നേരിട്ടിറങ്ങാതിരിക്കുന്നതാ നല്ലത്. പിന്നെ അവളെ എങ്ങനെ ഒതുക്കാനാ? അതിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ആള് പീതാംബരൻ. അയാള് ഗിരിയേട്ടനെയും പ്രീതിയെയും കുറിച്ച് നാട്ടുകാര് പറയുന്നത് കേട്ട് ദേഷ്യം പിടിച്ചിരിക്കുക. അയാളോട് പ്രീതി ഗിരിക്ക് വേണ്ടി അച്ഛനെ വീട്ടിൽ കയറി ഭീഷണിപ്പെടുത്തിയെന്ന് പറഞ്ഞ അയാൾ ഉറപ്പായിട്ടും ടെൻഷനാവും. അതിന്റെ ദേഷ്യം അയാള് ഗിരിയേട്ടനോട് വീട്ടിൽ ചെന്ന് കാണിക്കുകയും ചെയ്യും. ശരിയാ, ഞാൻ ഇപ്പൊ തന്നെ പീതാംബരനെ ഒന്ന് വിളിക്കാം. ശരി അച്ഛാ. ആ പീതാംബര, നിന്റെ മോള് എന്റെ ക്ഷമ വെച്ച് കുറെ ആയി കളിക്കുന്നു. എപ്പോഴാ എന്റെ നിയന്ത്രണം തെറ്റെന്ന് പറയാൻ പറ്റില്ല. ഗിരിക്കും എനിക്കും ഇടയിലുള്ള പ്രശ്നത്തില് ഇവളെന്തിനാ ഇടപെടുന്നേ? മര്യാദയ്ക്ക് അവളെ കാര്യങ്ങൾ പറഞ്ഞു ധരിപ്പിക്കുന്നതാ നിനക്ക് നല്ലത്. ഞാൻ എന്തെങ്കിലും പ്രതികരിച്ചതിന് ശേഷം പിന്നെ സംസാരിച്ചിട്ട് കാര്യമില്ല.